ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു അടിപൊളി സ്ഥലത്ത് പോവാണ്. ഇതാ ഈ ചെറിയ ഇടവഴിക്കോടെ അങ്ങ് നടന്നു പോകണം. ഇത് കണ്ടോ, ചെറിയൊരു പാലമൊക്കെ ഉണ്ട്. നല്ല പച്ചപ്പ് നിറഞ്ഞ പുല്ലുകളും നല്ല ചെറിയ തോടുകളും ഒക്കെ ആയിട്ടുള്ള വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇതാ ഈ പുല്ല് കാണുമ്പോൾ നാട്ടിൻ്റെ കാര്യമാണ് ഓർമ്മ വരുന്നത്. ഇപ്പം ചേട്ടൻ കണ്ട ഇതെല്ലാം വെട്ടി പശുവിന് കൊണ്ട് കൊടുക്കാറുണ്ട്. ഇവിടേക്ക് വരാനായിട്ട് വളരെ ഈസിയാണ്. ബസ് ഇറങ്ങിയിട്ട് അധികം നടക്കാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ ഇവിടെ രാവിലെ 7 മണിയായിട്ടുള്ളൂ. ഇത് ഓൾറെഡി ഇവിടെ ആൾക്കാർ ടെൻ്റൊക്കെ അടിച്ച് ഇവിടെ താമസം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നല്ല ഇപ്പം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇതാണ് സംഭവം. എങ്ങനെയുണ്ട്? ഇടുവല്ലേ? ഹോങ്കോങ്ങിൽ ഇങ്ങനെയൊരു സ്ഥലം ഉള്ളത് എന്ത് രസമാണ് കേട്ടോ. ഇവിടെ പോയി കുളിക്കാനും നല്ല തണുത്ത വെള്ളവും എന്താ രസം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക. ഒരു ഹോളിഡേയ്സൊക്കെ കിട്ടുമ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ എല്ലായിടത്തൊക്കെ പോകും. അത് നല്ലൊരു രസമായ പരിപാടികളാണ്. പിള്ളേരും ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഒരു എൻജോയ്മെൻറ്റ്. ഇതാണ് അനീഷ്. എത്ര ഈസി ആയിട്ടാണ് പിള്ളേരെയൊക്കെ എടുത്ത് പോക്കുന്നതാണ്. ഇങ്ങനെയുള്ള പല പരിപാടികളും പുള്ളിയുടെ കയ്യിലുണ്ട്. എല്ലാവരും ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ പലരും പല ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരും. അങ്ങനെ അത് വെച്ച് ഒരുമിച്ചിരുന്ന് ഞങ്ങളിങ്ങനെ കഴിക്കും. അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അത് അനുഭവിച്ചാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യുക, എൻജോയ് ചെയ്യുക. താങ്ക് യു.